ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ കഴിഞ്ഞ വർഷത്തെ സോഷ്യൽ സയൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്കറിയാം 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. 8 ആക്ടിവിറ്റീസ് തരും. അതിലറിയാവുന്ന 6 ആക്ടിവിറ്റീസ് നിങ്ങൾ എഴുതിയാൽ മതി. ഓരോന്നിനും സബ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യത്തെ ചോദ്യം ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ആക്ടിവിറ്റി 1 നമുക്ക് വായിച്ചു നോക്കാം. ഡൽഹി ഹാസ് വിറ്റ്നസ്ഡ് ദ റൈസ് ആൻഡ് ഫോൾ ഓഫ് സെവറൽ ഡൈനാസ്റ്റീസ്. അപ്പോൾ ഡൽഹി എന്ന് പറയുന്നത് ഒരുപാട് ഡൈനാസ്റ്റീസ്, രാജവംശത്തിൻ്റെ ഉയർച്ചയും താഴ്ചയും കണ്ട ഒരു നഗരമാണ്. ഗിവൺ ബിലോ ആർ ദ കോൺട്രിബ്യൂഷൻ ബൈ ദ മിഡീവൽ റൂളേഴ്സ് ഹൂ സെൻറ്റേഴ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ വാസ് ഡൽഹി. അറേഞ്ച് ആൻഡ് റൈറ്റ് ദം അസെൻഡിങ് ടു ദ റൂളേഴ്സ് ഹു ഇംപ്ലിമെൻറ്റഡ് ദം. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്, 6 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ടു റൂൾ മോർ എഫിഷ്യൻ്റ്ലി ഷിഫ്റ്റഡ് ദ ക്യാപിറ്റൽ ഫ്രം ഡൽഹി ടു ദേവഗിരി. അപ്പോൾ ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് നമ്മുടെ ക്യാപിറ്റൽ മാറ്റിയത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ എസ്റ്റാബ്ലിഷ്ഡ് ഡൽഹി ആസ് എ സീറ്റ് ഓഫ് പവർ 1206. അപ്പോൾ ഡൽഹിയെ ഒരു സാമ്രാജ്യ ശക്തിയായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത ആരാണ്? ഇമ്പോർട്ട് ഹോഴ്സസ് ഫ്രം ഇറാഖ് ആൻഡ് സ്ട്രെങ്തൻ ദ മിലിറ്ററി പവർ. ഇറാഖിൽ നിന്നും ഹോഴ്സ്, നല്ല കുതിരകളെ ഇറക്കിയിട്ട് മിലിറ്ററി പവർ ശക്തിപ്പെടുത്തിയത് ആരാണ്? ഡിഫീറ്റ് ഇബ്രാഹിം ലോധി ആൻഡ് ക്യാപ്ചേർഡ് ഡൽഹി. ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി ഡൽഹി പിടിച്ചെടുക്കി. ദ മുഗൾ എംപയർ എക്സ്പാൻഡഡ് ദ more during this period, introduced a uniform money system. തങ്ക ആൻഡ് ജിറ്റൽ were the coins. ഇപ്പോൾ ഒരു യൂണിഫോം മോണിറ്ററി സിസ്റ്റം ഏർപ്പെടുത്തി. തങ്ക, ജിറ്റലായിരുന്നു കോയിൻസ്. ഇതൊക്കെ ആരുടെ ഭരണകാലത്താണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തെ ഇവിടെ തന്നിട്ടുണ്ട് കുത്തബുദ്ദീൻ ഐബക്ക് എസ്റ്റാബ്ലിഷ്ഡ് ഡൽഹി ആസ് എ സീറ്റ് പവർ ഇൻ 1206. അപ്പോൾ കുത്തബുദ്ദീൻ ഐബക്ക് അത് ഓർമ്മിച്ച് വയ്ക്കുക. ഇനി ഇൽത്തുമിഷിനെ പറ്റി പറയാൻ വെച്ചാൽ നമ്മളിപ്പോൾ ലാസ്റ്റ് വായിച്ചത് അല്ലേ, ഇൻട്രൊഡ്യൂസ്ഡ് എ യൂണിഫോം മണി സിസ്റ്റം. തങ്ക ആൻഡ് ജിറ്റൽ വർ കോയിൻസ്. അത് തങ്ക ആൻഡ് ജിറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇൽത്തുമിഷിനെ ഓർമ്മ വരണം. ഇൽത്തുമിഷ്, സ്പെല്ലിങ് ശ്രദ്ധിക്കുക, ഇൽത്തുമിഷ്. ഓക്കെ, ഇൽത്തുമിഷ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് അങ്ങോട്ട് എടുത്തെഴുതിയാൽ മതി. ഇൻട്രൊഡ്യൂസ്ഡ് എ യൂണിഫോം മണി സിസ്റ്റം. തങ്ക ആൻഡ് ജിറ്റാൽ വർ ദ കോയിൻസ്. അലാവുദ്ദീൻ ഖൽജിയുടെ പറയാന്ന് വെച്ചാൽ നമുക്കറിയാമല്ലേ, നല്ല ഇനം കുതിരകളെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് മിലിറ്ററി സിസ്റ്റം ഒക്കെ ശക്തിപ്പെടുത്തിയ ആളാണ് അലാവുദ്ദീൻ ഖിൽജി അല്ലേ. അലാവുദ്ദീൻ ഖിൽജി എന്ന് നമുക്ക് ഇവിടെ എഴുതാം, അലാവുദ്ദീൻ ഖിൽജി. ഇനി നെക്സ്റ്റ് ആളാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ടു റൂൾ മോർ എഫിഷ്യൻ്റ്ലി ഷിഫ്റ്റഡ് ദ ക്യാപിറ്റൽ ഫ്രം ഡൽഹി ടു ദേവനാഗിരി. അപ്പോൾ കുറച്ചും കൂടി നല്ല ബെറ്റർ ആയിട്ടുള്ള ഭരണം കാഴ്ചവെക്കാമെന്ന് വിചാരിച്ചിട്ട് ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റിയ ഭരണാധികാരിയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ഓക്കെ. ഇനി ബാബറിനെ നമുക്കറിയാലോ. ഡിഫീറ്റ് ഇബ്രാഹിം ലോധി ആൻഡ് ക്യാപ്ചേർഡ് ഡൽഹി. ഇബ്രാഹിം ലോധിയെ ഡിഫീറ്റ് ചെയ്തു. ആ ഒരു യുദ്ധത്തിൻ്റെ പേര് മറന്നു പോകരുത്, ദ ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. അതാരാണ്? ഇബ്രാഹിം ലോധി. ഇനി ഔറംഗസേബ് എന്താണ് നമുക്ക് പറയാനുള്ളത്? ദ മുഗൾ എംപയർ എക്സ്പാൻഡഡ് ദ മോർ ഡ്യൂറിങ് ദിസ് പീരീഡ്. മുഗൾ എംപയർ വളരെയധികം വിശാലമാക്കിയത് ഔറംഗസേബാണ്. അപ്പോൾ ഓരോ ഭരണാധികാരിയുടെയും പ്രത്യേകതകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പം ചിലപ്പോൾ ഇത് മാത്രം തന്നിട്ട് ധാരാളം. ഇവിടെ ക്വസ്റ്റ്യൻ തന്നത് ഇപ്പോൾ എങ്ങനെയാണ്? ഭരണാധികാരികളുടെ പേര് തന്നിട്ടുണ്ട്, നമ്മൾ എന്താ അവർ ചെയ്ത നേട്ടങ്ങളാണ് എഴുതേണ്ടത്. ചിലപ്പോൾ നേട്ടങ്ങൾ തന്നിട്ട് ചോദിക്കും. അപ്പോൾ നമുക്ക് ഒറ്റ വാക്കിൽ എഴുതാൻ പറയണം. ഒന്നുകൂടി വായിക്കാം. ടു റോൾ മോർ എഫിഷ്യൻ്റ്ലി ഷിഫ്റ്റഡ് ദ ക്യാപിറ്റൽ ഫ്രം ഡൽഹി ടു ദേവഗിരി. അതാരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. പിന്നെ എസ്റ്റാബ്ലിഷ്ഡ് ഡൽഹി ആസ് എ സീറ്റ് പവർ ഓഫ് 1206. അതാരാണ്? കുത്തബുദ്ദീൻ ഐബക്ക്. പിന്നെ ഇമ്പോർട്ടഡ് ഹോഴ്സസ് ഫ്രം ഇറാഖ് ആൻഡ് സ്ട്രെങ്തൻ ദ മിലിറ്ററി പവർ. അതാരാണ്? അലാവുദ്ദീൻ ഖൽജി. ഡിഫീറ്റ് ഇബ്രാഹിം ലോധി ആൻഡ് ക്യാപ്ചേർഡ് ഡൽഹി. അതാരാണ്? ഡിഫീറ്റ് ഇബ്രാഹിം ലോധി ബാബറാണ്. ദ മുഗൾ എംപയർ എക്സ്പാൻഡഡ് മോർ ഡ്യൂറിങ് ദിസ് പീരീഡ്. ആരുടെ കാലത്താണ് മുഗൾ സാമ്രാജ്യം വളരെയധികം വിശാലത പ്രാപിച്ചത്? ആരുടെ കാലത്താണ്? ആരുടെ കാലത്താണ്? യെസ്, ഔറംഗസേബിൻ്റെ കാലത്താണ്. ഔറംഗസേബ്. ഓക്കെ, ഔറംഗസേബിൻ്റെ കാലത്താണ്. ഇൻട്രൊഡ്യൂസ്ഡ് യൂണിഫോം മോണിറ്ററി സിസ്റ്റം. തങ്ക ആൻഡ് ജിറ്റൽ വർ ദ കോയിൻസ്. അതാരാണ്? ഇൽത്തുമിഷാണ്. ഓക്കെ. അപ്പം ഇനി ഒരു ചോദ്യം കൂടിയുണ്ട്. എമംഗ് ദ ഗിവൺ ബിലോ ദർ ആർ
3 factors that helped Delhi to become a center of administration. ഇപ്പോൾ സെൻറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷന് ആക്കാൻ വേണ്ടി ഡൽഹി ഒരു പ്രബല ശക്തിയായി മാറാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ 3 ഫാക്ടേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആരവല്ലി മൗണ്ടൻ, നർമ്മദാ താപ്തി, സിന്ധു ഗാഞ്ചക്ട്. അതാണോ? അല്ലേ, അതല്ല. ഇനി രണ്ടാമത്തേത് ഏതാണ്? നർമ്മദ, താപ്തി, സിന്ധു, റിവർ യമുന. അതാണോ? അല്ല. സിന്ധു, ഗാഞ്ചറ്റിപുരി, ആരവല്ലി മൗണ്ടൻ, റിവർ യമുന. അപ്പോൾ നമ്മുടെ ശരിയായ ഉത്തരം ഏതാണ്? ശരിയായ ഉത്തരം സിന്ധു ഗാഞ്ചക്ടി പ്ലെയിനും ആരവല്ലി മൗണ്ടൻ റേഞ്ച് റിവർ യമുനയാണ്. ഓക്കെ, അതാണ് ശരിയായ ഉത്തരം. ഓക്കെ, തപ്തിയും ഒക്കെ നർമ്മദാ താപ്തിയൊക്കെ നമ്മൾ വേറൊരു ഭരണവംശവുമായി ബന്ധപ്പെട്ട് പഠിച്ചാണ്. അപ്പോൾ അതൊക്കെ ഓർമ്മ വെക്കുക. സിന്ധു, ആരവല്ലി, യമുന, ഇത്രയും 3 നമുക്ക് ഡൽഹിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഗിവൺ ബിലോ ആർ ദ പിക്ചേഴ്സ് ഓഫ് റിലേറ്റഡ് ടു ഡിഫറെൻറ്റ് ക്ലൈമാറ്റിക് റീജിയൻ. അപ്പം പല ക്ലൈമാറ്റിക് റീജിയൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. പിഗ്മീസ്, ഇനുറ്റ്സ്, ഒയാസിസ്, ഇക്വറ്റോറിയൽ, എവർഗ്രീൻ ഫോറസ്റ്റ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അനലൈസ് ദ അബവ് പിക്ചേഴ്സ് ആൻഡ് മേക്ക് നോട്ട് ഓൺ എനി 2 ഓഫ് ദം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ദ പെയർ ദാറ്റ് ഡസ് നോട്ട് ബിലോങ് ടു ദ ഗിവൺ സെറ്റ്. ഈ ഒരു സെറ്റിൽ ബിലോങ് ചെയ്യാത്തത് ഓഡ് മാൻ, ഇതിലേതോ ഒന്ന് വ്യത്യസ്തമായിട്ടുണ്ട്. അപ്പോൾ അതും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കിയാലോ. അപ്പോൾ നമുക്ക് പിഗ്മീസും ഒയാസിസിനെയും കുറിച്ച് നോട്ട് എഴുതാം. പിഗ്മീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ഡ്വെല്ലിംഗ് പ്ലേസ് ഈസ് കോങ്കോ ബേസിൻ ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലെ കോങ്കോ ബേസിനിൽ കാണുന്ന അതാണ് പിഗ്മീസ്. കസാവ ഈസ് ദെയർ സ്റ്റാപ്പിൾ ഫുഡ്. അവരുടെ ഫുഡ് ഏതാണ്? കസാവയാണ്. ദേ ഓൾസോ ഈറ്റ് 100 മീറ്റ് വേട്ടയാടിയ ഇറച്ചി അവർ കഴിക്കും. ആൻഡ് ഗാദേർഡ് ഫ്രൂട്ട്സ്, പിന്നെ അവർ ശേഖരിച്ച ഫ്രൂട്ട്സും. ദേ ഓഫൺ വെയർ ഡെയർ ക്ലോൾ സ്കിൻ ഓർ ലീവ്സ് ആസ് ക്ലോത്ത്സ്. അവർ മാനിൻ്റെ തൊലി അല്ലെങ്കിൽ ഇലകളാണ് ക്ലോത്ത്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ദേ ബിൽഡ് സെമി സർക്കുലർ ഹൗസസ് ഔട്ട് ഓഫ് ബ്രാഞ്ചസ് ഓഫ് ട്രീസ് ആൻഡ് ബ്രോഡ് ലീവ്സ്. അവർ ബിൽഡ് ചെയ്യുന്ന പിന്നെ വീടിൻ്റെ ഷേപ്പ് എന്താണ്? സെമി സർക്കുലറാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഔട്ട് ഓഫ് ബ്രാഞ്ചസ് ഓഫ് ട്രീസ് ആൻഡ് ബ്രോഡ് ലീവ്സ് ആണ്. അതായത് ട്രീസിൻ്റെ മരക്കൊമ്പുകളും അതേപോലെ തന്നെ വലിയ ഇലകളും ഉപയോഗിച്ചിട്ടാണ്. ദേ ഡിയർലി ലവ് ആൻഡ് കെയർ ഫോർ ദ ഫോറസ്റ്റ്. അവർ കാടിനെ സ്നേഹിക്കുന്നു. ഇനി അടുത്ത ഒയാസിസ് ആണ്. ഒയാസിസ് ആർ ദ പ്ലേസസ് വെർ വാട്ടർ ഈസ് അവൈലബിൾ ഇൻ ഹോട്ട് ഡെസേർട്ട്സ്. അപ്പോൾ മരുഭൂമിയിൽ വെള്ളം കിട്ടുന്ന കുറച്ച് സ്ഥലമുണ്ട്, അതിനെയാണ് ഒയാസിസ് എന്ന് പറയുന്നത്. പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഹ്യൂമൻ ഹാബിറ്റേഷൻസ് ആർ ലാർജ്ലി കോൺസെൻട്രേറ്റഡ് ഇൻ ആൻഡ് അറൗണ്ട് ദീസ് വാട്ടർ ബോഡീസ്. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവും. പ്ലാന്റ്സ്, വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ പ്ലാന്റ്സും ആനിമൽസും ഒരുപാട് ഹ്യൂമനും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു ഏരിയയാണ്. പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്സ് ആർ ഫൗണ്ട് ഓൺലി അറൗണ്ട് ഒയാസിസ് ഇൻ ഹോട്ട് ഡെസേർട്ട്. ഇപ്പോൾ ഡെസേർട്ടിൽ പെർമനൻ്റ് ആയിട്ടുള്ള സെറ്റിൽമെൻറ്റ്, സ്ഥിരതാമസം എന്ന് പറയുന്നത് ഈ ഒയാസിസിൻ്റെ ചുറ്റുപാടായിരിക്കും. അല്ലാണ്ട് വെള്ളമില്ലാണ്ട് മനുഷ്യർക്കായാലും ജീവജാലങ്ങൾക്കായിട്ടും മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. അപ്പോൾ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്സ് ആർ ഫൗണ്ട് ഓൺ അറൗണ്ട് ഒയാസിസ് ഇൻ ഹോട്ട് ഡെസേർട്ട്സ്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തത് കൂട്ടത്തിൽ പെടാത്ത ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. ഇവിടെ മലേഷ്യസ് എമംഗ്സ് ആണ് കൂട്ടത്തിൽ പെടാത്തത്. ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് റീജിയൻ. ബാക്കിയെല്ലാം ഹോട്ട് ഡെസേർട്ടാണ്. കാലാഹാരി, അറേബ്യൻ ഡെസേർട്ട്, സഹാര, ഇതൊക്കെ എന്താണ്? മരുഭൂമികളാണ്. ഇനി ആക്ടിവിറ്റി 3 നോക്കാം. Most of the countries of the world accept a democratic system of governance. Find out the statements suitable for democratic governance. ഇപ്പോൾ ഡെമോക്രസി, ജനാധിപത്യത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പോയിൻറ്റ്സ് എഴുതാനാണ്. 6 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. റെസ്പെക്ട്സ് ദ ഒപ്പീനിയൻസ് ഓഫ് ദ പീപ്പിൾ, ശരിയാണ്. പ്രൊട്ടക്ട്സ് ദ ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽ, ഓക്കെ. ദ പീപ്പിൾ ആർ ഇൻഡപ്റ്റഡ് ടു റൂളേഴ്സ്, തെറ്റാണ്. ദ റൂളേഴ്സ് ആർ ഇൻഡപ്റ്റഡ് ടു ദ പീപ്പിൾ, ശരിയാണ്. റൂളേഴ്സ് ആസ് വെൽ ആസ് ദ പീപ്പിൾ ആർ സബ്ജക്റ്റഡ് ടു ദ സെയിം ലോ, ശരിയാണ്. റൂൾസ് ആൻഡ് പീപ്പിൾസ് ആർ സബ്ജക്റ്റ് ടു ഡിഫറെൻറ്റ് ലോസ്. വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങളല്ല, ഭരണാധികാരികൾക്കും ജനങ്ങൾക്കും ഒരേപോലത്തെ നിയമമാണ്. അപ്പം ഇവിടെ തന്നിരിക്കുന്ന വ്യത്യസ്തമായ നിയമങ്ങൾ, അപ്പോൾ അത് തെറ്റാണ്. നമുക്ക് ഒന്നും കൂടി നോക്കാം. റെസ്പെക്റ്റ് ദ ഒപ്പീനിയൻസ് ഓഫ് ദ പീപ്പിൾ, പ്രൊട്ടക്ട്സ് ദ ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽ, റൂളേഴ്സ് ആസ് വെൽ ആസ് ദ പീപ്പിൾ ആർ സബ്ജക്റ്റ് ടു സെയിം ലോ, റൂളേഴ്സ് ആർ ഇൻഡപ്റ്റഡ് ടു ദ പീപ്പിൾ. ഇതൊക്കെ മെറിറ്റ്സ് ഓഫ് ഡെമോക്രസിയാണ്. അപ്പോൾ അതൊന്ന് പോയിൻ്റ് ഔട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തത്, വിച്ച് ഫോം ഓഫ് ദ ഗവൺമെൻറ് എക്സിസ്റ്റ് ഇൻ മ്യാൻമാർ. പല സ്ഥലത്തും പലതരത്തിലുള്ള ഗവൺമെൻറ് ആണുള്ളത്.
കോൺസ്റ്റിറ്റ്യൂഷൻ മറാക്കിയാണ്, സുൽത്താനേറ്റ് റൂളാണ്, മിലിറ്ററി റൂളാണ്, ഡെമോക്രസിയാണ്. അപ്പോൾ മ്യാൻമാറിലുള്ളത് എന്താണ്? മിലിറ്ററി റൂളാണ്. ഓക്കെ, ഭൂട്ടാനിൽ കോൺസ്റ്റിറ്റ്യൂഷൻ മൊണാർക്കിയാണ്, ഇന്ത്യയിൽ ഡെമോക്രസിയാണ്, ബ്രൂണയിൽ സുൽത്താനേറ്റ് ഭരണമാണ്, മ്യാൻമാറിൽ എന്താണുള്ളത്? മിലിറ്ററിയാണ്. ബാക്കിയുള്ളതും കൂടി ഒന്ന് ഓർമ്മിച്ച് വെക്കുക, ഇനി ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്തത്, ആഫ്റ്റർ ദ ഫോൾ ഓഫ് പെരുമാൾസ് ഇൻ മിഡീവൽ കേരള ദ നാടുവാഴി കം ടു ദ പവർ. What are the changes that took place in the medieval Kerala and the Nadwais came to throne after Perumal? അപ്പോൾ പെരുമാൾസും നാടുവാഴ്ചകളും നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ പെരുമാൾസിൻ്റെ ഫീച്ചേഴ്സ് അവിടെ തന്നിട്ടുണ്ട്. നമ്മൾ എഴുതേണ്ടത് എന്താണ്? നാടുവാഴികളുടെ ഫീച്ചേഴ്സാണ്. അപ്പോൾ പെരുമാൾസിനെ കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നതോ ഒന്ന് വായിച്ചു നോക്കുക, ചിലപ്പോൾ ഈ പ്രാവശ്യത്തെ എക്സാമിന് വന്നാലോ. മഹോദയപുരം വാസ് ദ സെൻറ്റർ ഓഫ് റോയൽ റൂൾ ഇൻ CE 9th century. അപ്പോൾ പെരുമാൾസിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? മഹോദയപുരമാണ്. റൂളേഴ്സ് അഡാപ്റ്റഡ് ദ ടൈറ്റിൽ കുലക്ഷേത്ര എന്നായിരുന്നു. മോസ്റ്റ് ഓഫ് ദ റീജിയൻസ് ഇൻ ദ പ്രസൻറ്റ് കേരള വർ അണ്ടർ ദ റൂൾ ഓഫ് പെരുമാൾസ് ഓഫ് ദാറ്റ് ടൈം. ഇന്നുള്ള കേരളത്തിലെ പല സ്ഥലങ്ങളും അന്ന് പെരുമാളുകൾ ഭരിച്ചിരുന്ന സ്ഥലങ്ങളാണ്. ദർ ഇൻ എക്സ്റ്റെൻഡ് ഫ്രം കോലത്തുനാട് ഇൻ ദ നോർത്ത് ടു വേണാട് ഇൻ ദ സൗത്ത്. കോലത്തുനാട് മുതൽ വേണാട് വരെ വ്യാപിച്ചിരിക്കുന്നു. ഇനി നാടുവാഴികളെ കുറിച്ച് പറയാന്ന് വെച്ചാൽ CE 12th century നാടുവാഴീസ് സ്റ്റാർട്ട് ഡ്യൂറിങ് ദിയർ റെസ്പെക്റ്റീവ് ലാൻഡ്സ്. ഓക്കെ, ദ റീജിയൻ അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ചീഫ്റ്റൈൻ വാസ് നോൺ സ്വരൂപം. അപ്പം ഇവിടെ കുലക്ഷേത്ര എന്നറിയപ്പെടുന്നത് ചീഫ്റ്റൈൻ എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. ദ എൽഡസ്റ്റ് മെമ്പർ ഓഫ് ദ ഫാമിലി ബിക്കെയിം ദ റൂളർ. There were disparities in wealth and military power among the Nadus. ഇനി അടുത്തത്, മേക്ക് എ നോട്ട് ഓൺ മാർക്കറ്റ്സ് ഇൻ മിഡീവൽ കേരള. മിഡീവൽ കേരളയിൽ നിന്നിരുന്ന മാർക്കറ്റ്സ്, അങ്ങാടി എന്നൊക്കെ പറയും, അതിനെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മാർക്കറ്റ്സിനെ കുറിച്ച് എഴുതാനാണ്. മാരിടൈം ട്രേഡ് അറ്റൈൻഡ് ട്രമെൻഡസ് പ്രോഗ്രസ് ഡ്യൂറിംഗ് ദ മിഡീവൽ പീരീഡ്. ദ ഡിമാൻഡ് ഫോർ എക്സ്പോർട്ടഡ് ഗുഡ്സ് ഇൻക്രീസ്ഡ്. ദിസ് റിസൾട്ടഡ് ഇൻ ആൻ ഇൻക്രീസ് ഇൻ ദ കൾട്ടിവേഷൻ ഓഫ് സച്ച് ക്രോപ്സ് ഇൻ റൂറൽ ഏരിയാസ്. ദീസ് ഗുഡ്സ് വെർ എക്സ്ചേഞ്ച്ഡ് ഇൻ ദ മാർക്കറ്റ്. ദ ഡെവലപ്മെൻറ്റ് ഓഫ് മാർക്കറ്റ്സ് ഹെൽപ്ഡ് ഇൻ സ്ട്രെങ്തനിങ് ഓഫ് ലോക്കൽ ട്രേഡ്. അപ്പോൾ മാരിടൈം ട്രേഡ് എന്ന് പറഞ്ഞാൽ സമുദ്രത്തിലുള്ള വ്യാപാരം വളരെയധികം ഡെവലപ്പ് ചെയ്തൊരു സമയമായിരുന്നു മിഡീവൽ പീരീഡ്. അപ്പോൾ എക്സ്പോർട്ടഡ് ഗുഡ്സിന് ഒരുപാട് ഇൻക്രീസ്, അതായത് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു. ദ ഡിമാൻഡ് ഫോർ എക്സ്പോർട്ടഡ് ഗുഡ്സ് ഇൻക്രീസ്ഡ്. അപ്പോൾ അത് എന്ത് ചെയ്തു? ദിസ് റിസൾട്ട് ഇൻ ആൻ ഇൻക്രീസ് ഇൻ ദ കൾട്ടിവേഷൻ ഓഫ് സച്ച് ക്രോപ്സ് ഇൻ റൂറൽ ഏരിയാസ്. അപ്പോൾ അങ്ങനത്തെ ക്രോപ്സ് നമ്മളിവിടെ കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ ക്രോപ്സൊക്കെ കൾട്ടിവേറ്റ് ചെയ്ത് അതിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് എക്സ്ചേഞ്ച് ചെയ്യാൻ മാർക്കറ്റ് വേണം. അങ്ങനെയാണ് മാർക്കറ്റ് വരാൻ തുടങ്ങിയത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത്, ഫ്രം 5th to 15th century CE in the world history is known as medieval period. Complete the concept map depicting the development of different areas in medieval Europe. ഇപ്പോൾ മിഡീവൽ യൂറോപ്പിലെ സിറ്റീസിൻ്റെ പേര് ആർക്കിടെക്ചർ നോളേജ്. ഇപ്പോൾ സിറ്റീസിന് നമുക്ക് എന്തൊക്കെ പോയിന്റ് ചെയ്താം? സിറ്റീസ് എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ട്രേഡ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ് ഗ്രാജുവലി ഡെവലപ്മെൻറ്റ് ഇൻ ടു സിറ്റീസ്. ഏരിയാസ് അറൗണ്ട് പോർട്സ് ഓൾസോ ബിക്കെയിം സിറ്റീസ്. ഇപ്പോൾ സിറ്റീസ് എന്ന് പറയുന്നത് ട്രേഡിൻ്റെയും ഹാൻഡിക്രാഫ്റ്റ്സ് കരകൗശലങ്ങളുടെയും ഒരു സെൻറ്റർ ആയിരുന്നു. ഇപ്പോൾ ഏരിയാസ് അറൗണ്ട് പോർട്സ്, പോർട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോർട്സ് ഓൾസോ ബിക്കം സിറ്റി. അപ്പോൾ ഈ തുറമുഖത്തിൻ്റെ ചുറ്റുപാടുള്ള ഏരിയാസും എന്തായി? സിറ്റീസായിട്ട് മാറി. അത് നമുക്കൊരു പോയിൻ്റായിട്ട് സിറ്റീസിനെ പറ്റിയിട്ട് എഴുതാം. പിന്നെ നമുക്ക് ആർക്കിടെക്ചർ ഇവിടെ തന്നിരിക്കുന്നത് എ ന്യൂ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ വിത്ത് പോയിന്റ് ടവേഴ്സ് കോൾഡ് ഗോത്തിക് ഇവോൾഡ്. അപ്പോൾ അത് നമുക്ക് ഗോത്തിക് ഒരു ശൈലിയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. നോളജ് ആൻഡ് സ്പേഷ്യസ് ഇൻറ്റീരിയേഴ്സ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ചർച്ചസ് കൺസ്ട്രക്റ്റഡ് ഡ്യൂറിങ് ദിസ് പീരീഡ്. ആ സമയത്ത് കൺസ്ട്രക്ട് ചെയ്ത ചർച്ചസ്, പള്ളികളുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്തായിരുന്നു? ആർച്ചസ് ആയിരുന്നു. അതേപോലെ സ്പേഷ്യസ് ഇൻറ്റീരിയേഴ്സ്, ഒരുപാട് സ്ഥലങ്ങൾ പള്ളികളുടെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നു. ദിസ് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഈസ് നോൺ ആസ് റോമൻസ്ക് സ്റ്റൈൽ എന്നാണ് ഇതിനെ പറഞ്ഞിരുന്നത്. ഇനി അടുത്തത് നോളേജ് ആണ്. നോളേജ് 2 പോയിന്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. മെനി യൂണിവേഴ്സിറ്റീസ് വെർ ദർ സെൻറ്റർ ഓഫ് നോളേജ്. ഒരു പോയിൻ്റായിട്ട് നമുക്ക് എന്ത് എഴുതാം? ചർച്ചസ് ആൻഡ് മൊണാസ്ട്രീസ് വെർ ദ സെൻറ്റേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പം ചർച്ചസും മൊണാസ്ട്രീസും എന്തായിരുന്നു? എഡ്യൂക്കേഷൻ്റെ കേന്ദ്രങ്ങളായിരുന്നു. നെക്സ്റ്റ് ഒരു സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. റൈറ്റ് എ നോട്ട് ഓൺ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ദ ചൈനീസ് ഇൻ ദ മിഡീവൽ ഇന്ത്യ. അപ്പോൾ ചൈനീസുകാർ ഇവിടെ വന്നിട്ട് എന്താണ് നമുക്ക്
ഉണ്ടായ നേട്ടങ്ങൾ നോക്കാം. ദ ചൈനീസ് ഇൻവെൻറ്റഡ് ദ പ്രിൻറ്റിംഗ് മെഷീൻ ആൻഡ് ഗൺ പൗഡർ. അപ്പം പ്രിൻറ്റിംഗ് മെഷീൻ ആൻഡ് ഗൺ പൗഡർ അത് ഇൻവെൻറ്റ് ചെയ്ത ചൈനീസാണ്, ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. അതേപോലെ ദ യൂറോപ്യൻസ് അക്വയർഡ് നോളേജ് അബൌട്ട് ദീസ് ഫ്രം ദ ചൈനീസ്. യൂറോപ്യന്മാർക്ക് ഈ പ്രിൻറ്റിംഗ് മെഷീനെ കുറിച്ചും ഗൺ പൗഡറെ കുറിച്ചിട്ടുള്ള അറിവുണ്ടായത് എവിടെ നിന്നാണ്? ചൈനീസുകാരുടെ അടുത്ത് നിന്നാണ്. ദ പ്രിൻറ്റിംഗ് ടെക്നോളജി ഹെൽപ്ഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് നോളേജ്. അപ്പം പ്രിൻറ്റിംഗ് ടെക്നോളജി എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രിൻറ്റ് ചെയ്യല്ല, നമുക്ക് നമ്മുടെ വിവരങ്ങളൊക്കെ നമുക്ക് എന്തായാലും കടലാസിലേക്ക് പകർത്താം. അത് ഒരുപാട് നോളേജ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചു. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ് മറൈൻസ് കോമ്പസ്. ആ കോമ്പസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു ഫൈൻഡ് ഡയറക്ഷൻ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഈ യാത്രികർക്ക് കപ്പൽ യാത്രക്കാർക്കൊക്കെ വളരെ ഉപകാരപ്പെട്ടൊരു സംഭവമായിരുന്നു, കണ്ടുപിടുത്തമായിരുന്നു കോമ്പസ്. ഡ്യൂറിങ് നാവിഗേഷൻ ഈസ് ഓൾസോ എ ചൈനീസ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ അതും ഒരു ചൈനീസ് കോൺട്രിബ്യൂഷനാണ്. ദേ വർ എക്സലൻറ്റ് ഇൻ ആർക്കിടെക്ചർ ടു. പിന്നെ അതുപോലെ തന്നെ അവർ ആർക്കിടെക്ചറിനും വളരെ എക്സലൻ്റ് ആയിരുന്നു. ദിസ് ഈസ് എവിഡൻറ്റ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് പഗോഡാസ്, ദ ബുദ്ധിസ്റ്റ് സെറ്റേഴ്സ് ഓഫ് വേർഷിപ്പ്. ഇപ്പോൾ ചൈനീസിലെ ബുദ്ധിസ്റ്റുകളുടെ വേർഷിപ്പ് ആരാധനാലയമാണ് പഗോഡാസ്. അത് അവരുടെ ആർക്കിടെക്ചറിൻ്റെ എക്സലൻസി വിളിച്ചോതുന്നതാണ്. അപ്പോൾ ചൈനീസിനെ പറ്റി പറയാൻ വെച്ചാൽ പ്രിൻറ്റിംഗ് മെഷീൻ, ഗൺ പൗഡർ, മറൈൻ കോമ്പസ്, അതേപോലെ പഗോഡാസ്. ഈ 4 പോയിൻറ്റ്സ് ഓർമ്മിച്ച് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 6 ആണ്. നമുക്ക് 6 ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതിയാൽ മതി. അപ്പോൾ നന്നായി അറിയാവുന്ന 6 എഴുതുക. റൈറ്റ്സ് ആണ്, റൈറ്റ്സും ഡ്യൂട്ടീസും ആണ്. ആസ് എ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഈസ് മൈ റൈറ്റ്. അപ്പോൾ ആസ് എ ഷെയറിങ് മൈ ഫ്രീഡം വിത്ത് അതേഴ്സ് ഈസ് മൈ ഡ്യൂട്ടി. ഇനി അടുത്തത് ടു ഗീവ് പാരൻസ് ഡ്യൂ കെയർ ഇൻ ദിയർ ഓൾഡ് ഏജ് ഈസ് മൈ ഡ്യൂട്ടി. അവിടെ റൈറ്റ് ആയിട്ട് എന്താ എഴുതാൻ? കെയർ ഇൻ ഓൾഡ് ഏജ് ഈസ് ദ റൈറ്റ് ഓഫ് പാരൻസ്. ഇനി അടുത്ത ഐ ഹാവ് ദ റൈറ്റ് ടു ലേൺ. അതിന് നമുക്ക് ഡ്യൂട്ടീസ് ആയിട്ട് ചെയ്ത സർവീസ് ടു ദി സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഈസ് മൈ ഡ്യൂട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വിച്ച് ആർ ദ മേജർ കമ്മീഷൻസ് ഫോംഡ് അറ്റ് ദ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെ റൈറ്റ്സൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും ഉള്ള കമ്മീഷൻ്റെ പേര് എഴുതാനാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആൻഡ് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഇനി അടുത്തത് 7ഉം 8ഉം നമുക്ക് ചോയ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതിൽ ഏതെങ്കിലും ഈ 8 6 എഴുതിയാൽ മതി. അപ്പോൾ ആക്ടിവിറ്റി 7 നോക്കാം. ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് റൂറൽ ആൻഡ് അർബൻ കമ്മ്യൂണിറ്റീസ് ആർ ഡിഫറെൻറ്റ്. കമ്പയർ ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓൺ ദ വില്ലേജ് ഗ്രൂപ്പ് ആൻഡ് അർബൻ ഗ്രൂപ്പ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഗിവൺ ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോൾ ഇവിടെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടുണ്ട്. വില്ലേജ് ഗ്രൂപ്പിൻ്റെയും അർബൻ ഗ്രൂപ്പിൻ്റെയും ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അപ്പം ഇൻഡിക്കേറ്റർ ലൈഫ് സ്റ്റൈൽ, ഒക്യുപ്പേഷൻ, നൈബർഹുഡ് റിലേഷൻസ്, ക്ലോത്തിങ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹിൻസ് ആയിട്ട് തന്നിരിക്കുന്നത്. സബ് ക്വസ്റ്റ്യൻ ബൈ വിച്ച് നെയിം ഈസ് ദ പ്ലേസ് വെർ ദ ട്രൈബൽ പീപ്പിൾ ലീവ് ടുഗദർ നോൺ ആസ് ട്രൈബ്. നമുക്ക് വില്ലേജ് ഗ്രൂപ്പിലുള്ള കാര്യങ്ങൾ നോക്കാം. പീപ്പിൾ ആർ ക്ലോസ് ടു ഈച്ച് അതർ ആൻഡ് നോ ഈച്ച് അതർ. വില്ലേജ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ആൾക്കാർ തമ്മിൽ നല്ല അടുപ്പത്തിലായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ദെയർ ക്ലോത്തിങ്സ് ആർ സിമ്പിൾ ആൻഡ് സോ ദെയർ ലൈഫ് സ്റ്റൈൽ. അവരുടെ ലൈഫ് സ്റ്റൈൽ വളരെ സിമ്പിളാണ്. അഗ്രികൾച്ചർ ആൻഡ് അലീഡ് ആക്ടിവിറ്റീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഓക്യുപ്പേഷൻ ആൻഡ് ട്രഡീഷണൽ റൂറൽ കമ്മ്യൂണിറ്റീസ്. അപ്പോൾ കൃഷിയും അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളുമാണ് അവരുടെ ഓക്യുപ്പേഷൻ. കാറ്റ് റെയറിങ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ് ആർ ഓൾസോ ദെയർ മീൻസ് ഓഫ് ലൈഫ്. പിന്നെ കാറ്റ് റെയർ, കാലികളെ മേയ്ക്കുക, ഇതൊക്കെയാണ് അവരുടെ ജോലികൾ. അർബൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സ്പീക്ക് മെനി ലാംഗ്വേജ്. അവിടുത്തെ ആൾക്കാർക്ക് ഒരുപാട് ലാംഗ്വേജസ് അറിയാം. ഡിഫറെൻറ്റ് ക്ലോത്ത്സ്, പലതരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു. ഒക്യുപ്പേഷൻ റിലേറ്റഡ് ടു ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ്. ഇൻഡസ്ട്രിയും ട്രേഡും ആയിട്ടുള്ള ഒക്യുപ്പേഷൻസിലാണ് അവിടുത്തെ ആൾക്കാർ ഉണ്ടാവുക. സെൻറ്റർ ഓഫ് ലാർജ് ബിൽഡിങ്സ്. ഒരുപാട് വലിയ വലിയ ബിൽഡിങ്സ് ഒക്കെ നമുക്ക് കാണാം, മാൾസൊക്കെ നമുക്ക് കാണാം. ഓക്കെ. ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി, സ്ലംസ് ആണ്, മോഡേൺ ലൈഫ് സ്റ്റൈൽസ് ആണ്, സൂപ്പർ മാർക്കറ്റൊക്കെ നമുക്ക് ഈ അർബൻ ഏരിയാസിൽ കാണാൻ പറ്റും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കാറ്റഗറൈസ് ദ ഗിവൺ റിസോഴ്സസ് ആസ് എക്സോസ്റ്റിക് ആൻഡ് എവർ അവൈലബിൾ ഇൻ ദ ഗിവൺ ഫോമാറ്റ്. ഇപ്പോൾ എക്സോസ്റ്റിബിളും അതേപോലെ എവർ അവൈലബിൾ റിസോഴ്സായിട്ട് തരംതിരിക്കാനാണ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഇപ്പോൾ എക്സോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഉപയോഗിക്കുന്നതോറും അത് തീർന്നു പോകും. എവർ അവൈലബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോൾ വാട്ടർ എന്ന് പറയുന്നത് എന്താണ്, എവർ അവൈലബിൾ ആണ്. സൺലൈറ്റ് എവർ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ വിൻഡ്, കാറ്റും നമുക്ക് എപ്പോഴും ലഭിക്കുന്നതാണ്. അതേസമയം നാച്ചുറൽ ഗ്യാസ്, പെട്രോളിയം, കോള്, ഇതൊക്കെ എന്താണ്, ഉപയോഗിക്കുന്നതോറും തീർന്നു പോകുന്നതാണ്. ഇനി അടുത്തത് വാട്ട് ഈസ് നാച്ചുറൽ ഡിപ്ലീഷൻ. എന്താണ്
വാട്ട് ഈസ് റിസോഴ്സ് ഡിപ്ലീഷൻ, എന്താണ് റിസോഴ്സ് ഡിപ്ലീഷൻ എന്നാണ് അടുത്ത ക്വസ്റ്റ്യന്. റിസോഴ്സ് ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡിക്രീസ് ഇൻ ദ അവൈലബിലിറ്റി ആൻഡ് ഡിറ്റീറിയേഷൻ ഇൻ ദ ക്വാളിറ്റി ഓഫ് റിസോഴ്സസ് ഡ്യൂ ടു റെക്ലെസ് യൂസേജ്. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് റെക്ലെസ് യൂസേജ്. അനിയന്ത്രിതമായ ഉപയോഗം കാരണം റിസോഴ്സിൽ ഉണ്ടാകുന്ന ഡിക്രീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിസോഴ്സ് ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. The decrease in the availability and deterioration in the quality of resources due to reckless usage is called resource depletion. The demand for natural resources increased with the increase in population, developments in science and technology, communication facilities, industry, etc. This led to large scale depletion of resources. നമ്മുടെ ഇവിടുത്തെ റിസോഴ്സസ് ഒക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം എന്താണ്? ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഒരുപാട് ജനസംഖ്യ വർധനവ്, ഡെവലപ്മെൻറ്റ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി, സയൻസിലും ടെക്നോളജിയിലും ഉണ്ടായിട്ടുള്ള പുരോഗതി, പിന്നെ അതേപോലെ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, അതൊക്കെ എന്താണ്? ഇൻഡസ്ട്രിയലൈസേഷൻ, ഇതൊക്കെ നമ്മുടെ നാച്ചുറൽ റിസോഴ്സിന് ഡിപ്ലീഷൻ, അതായത് മൂല്യശോഷണം, തകർച്ച, അതായത് നാച്ചുറൽ റിസോഴ്സ് തീർന്നു പോവുകയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ്, 8 ആക്ടിവിറ്റീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ അറിയാവുന്ന 6 എണ്ണം നിങ്ങൾ എന്തായാലും അപ്പിയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഓൾ ദ ബെസ്റ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്.